ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, നമ്മൾ അനുമോളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. പെട്ടെന്നായി പോയില്ലേ. ഞാൻ ജസ്റ്റ് യൂട്യൂബ് കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോണ്ട് ഈ ഓരോ ന്യൂസുകൾ കാണുന്ന കേട്ടോ, താലി കിട്ടുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. സാധാരണ നമ്മൾ അതിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് മുന്നേ 2-3 ആഴ്ച മുമ്പേ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണല്ലോ. ഇതൊന്നും കണ്ടില്ല. താലി കിട്ടുന്ന ആ സമയത്താണ് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് ഈ രഹസ്യ വിവാഹത്തിന് കാരണം എന്ന കാര്യങ്ങളൊക്കെ അനു തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. ഇതിൻ്റെ വരൻ എന്ന് പറയുന്നത് തമിഴ് പയ്യനാണ്. അതുപോലെ തന്നെ ഭുവനേഷ് എന്നാണ് പേര്. ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. പിന്നെ പല ചാനലുകൾ പല രീതിയിൽ അടിച്ചിറക്കുന്നുണ്ട്. അവിടുത്തെ സെലിബ്രിറ്റി ആണെന്നോ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം അത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല. ഏതായാലും നമുക്ക് അനുമോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും അതിനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ തന്നെ പരിചയപ്പെടുത്തില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുകുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനുള്ളത്? പറഞ്ഞോ, സംസാരിച്ചോ, പ്ലീസ്. എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പൊ മതിയടിന്ന് പുള്ളി കുറച്ച് സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? നമ്മൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ നിങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ നേരെ മേക്കപ്പ് ഒക്കെ ചെയ്തൊരു കേരള വെഡിങ് റെഡ് സാരി കൊടുത്ത് പറയേണ്ടായിരുന്നു. റെഡ് സാരി ഒക്കെ കുഴപ്പമില്ല, സാരി കൊടുത്ത് വേറൊരു മേക്കോറിൽ വരാൻ പോവാണ്. അപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും ഉണ്ടൊക്കെ, അത് വെറൈറ്റി ആക്കും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് റിവീൽ ചെയ്ത് നേരത്തെ പറയാത്തത് എന്ന് വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനു എടുത്ത് നല്ലൊരു ഡിസിഷൻ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പല രീതിയിൽ ഇത് കൊട്ടി ഘോഷിച്ചിട്ട് അതിനൊരു എന്താ പറയുക വാല്യൂ ഇല്ലാതെ പോകില്ലേ. പല രീതിയിൽ പല ആൾക്കാർ നല്ല രീതിക്ക് പറയുന്ന ആൾക്കാരുണ്ടാവും, മോശം പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കാര്യമാണ് അനു ചെയ്തത്. അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് നല്ല ആഘോഷമായിരിക്കും. അല്ലാത്തവർക്ക് ഇതൊരു ആഘോഷം ആയിക്കോളണം എന്നില്ല. അവരിത് പല രീതിയിൽ അത് അടിച്ചിറക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അനു ഇതൊരു രഹസ്യമായിട്ട് വെച്ചത്, ആ ഒരു സമയത്ത് അറിഞ്ഞാൽ മതി രീതിക്ക്. അപ്പോൾ ഇപ്പോൾ എടുത്തൊന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിലാണ് പറയുന്നത് ഇപ്പോഴൊന്നും ഇല്ല വിവാഹം, പക്ഷേ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്, വിവാഹത്തിൽ താല്പര്യമുണ്ട്, അച്ഛനും അമ്മേനെയും കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഒരു ബോണ്ടിങ് കണ്ടിട്ട് ഒരു വിവാഹത്തിനോട് താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ എടുത്ത ആ ഇൻ്റർവ്യൂ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഒരു വർഷം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയോ. അനുവിൻ്റെ ഒരു ഇതിൽ അതൊരു ഫേക്കായിട്ടുള്ള ന്യൂസായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് വിവാഹം കഴിഞ്ഞു. അതെന്തുകൊണ്ടും നല്ലതായിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് കറക്റ്റ് ഡിസിഷൻ തന്നെയാണ് കേട്ടോ. സോ പിന്നെന്താ, അവരെ ബിഗ് ബോസ് സ്റ്റാർ മാജിക് ആൾക്കാരൊക്കെ അവർ വിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അതൊക്കെ ഇവിടെ കൊടുക്കാം. വീട്ടിലൊരു കുട്ടി എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി, നമ്മുടെ ഒരു അനിയത്തി കുട്ടിയുടെ ഒരു ബിഗ് ഡേ ആണെന്ന്. അവള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഒരു പേരാണത്.
അത് വെറുതെ കിട്ടിയിട്ടുള്ള ഒരു പേരല്ല, അത്രയും ഹാർഡ് വർക്കാണ്. കാരണം ബിഗിനിങ് സ്റ്റേജ് മുതൽ എന്താണ് അനു എന്നുള്ളത് എനിക്കറിയാം. അപ്പോ എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിക്കാറുണ്ട്, ഞാൻ അവളെ കൊഞ്ചിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ട്, കുറച്ച് നാൾ പിണങ്ങിയിരിക്കാറുണ്ട്, വീണ്ടും ഞങ്ങൾ കൂടാറുണ്ട്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ ഇന്ന് അവളുടെ ബിഗ് ഡേയില് ഭയങ്കര സുന്ദരിക്കുട്ടിയായിട്ട് ഭുവന്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കിളിലുള്ള പലരും ഇതുപോലെ കല്യാണം കഴിച്ച് പനു പറയും, ചേച്ചി എനിക്കിനി എന്നാ ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റും. അതിന് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാ. അപ്പൊ അങ്ങനെ ഒരാളെ, അനുവിനെ പൊന്നുപോലെ നോക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് എന്താ അനുവിനെ കൊടുക്കാൻ പറ്റിയപ്പോ, അല്ലെങ്കിൽ അനുവിന് അത്രയും നല്ലൊരാളെ കിട്ടിയപ്പോ വി ആർ സോ മച്ച് പ്രൗഡ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ അനുവിനെ സ്റ്റാർ മാജിക്കിലും ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നർ ആയിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളുടെ പ്രാർത്ഥനയില് അനുവിനെയും അതുപോലെ തന്നെ ഭുവനെയും എന്താ പറയാ, നിങ്ങൾ ബ്ലസ് ചെയ്യുക, അനുഗ്രഹിക്കുക. ആൻഡ് നമ്മൾ മലയാളികൾക്ക് ഒരു തമിഴ് ഒരു എന്താ പറയാ, ഒരു സൂപ്പർ പയ്യനെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു വാം വെൽക്കം ടു ഭുവൻ ടു. താങ്ക് യു ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ് ടു ബോത്ത് ഓഫ് യു. ഞാനിപ്പോ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള അനുവിന്റെ വെഡിങ് പാർട്ടിയിലാണ്. അനുവിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു രീതിയിൽ കല്യാണം അറേഞ്ച് ചെയ്ത് വെഡിങ് നടത്തുന്നത്. അതിനൊരു ഭാഗം പറ്റി നടക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാനെങ്കിൽ അണിഞ്ഞൂറ്റി വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു പയ്യനെ തന്നെ കിട്ടി. നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഭർത്താവിന്റെ. ഇന്ന് ഞങ്ങളുടെ അനുവിന്റെ കല്യാണമാണ്. ഞാനൊരു 10 വർഷത്തിലധികമായിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം നമ്മൾ കാത്തിരുന്നൊരു കല്യാണം. ഞങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ മുതൽ ഇങ്ങനെ എന്നായിരിക്കും നമ്മുടെ കല്യാണം ആലോചിച്ച് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴൊരു ഇമോഷൻ ഭയങ്കര വലുതാണ്. അവളുടെ ഹെൽത്ത് ഞാൻ മിസ് ചെയ്തു. ഈ കല്യാണം മിസ് ചെയ്തത് അത്രയേറെ നിർബന്ധം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്താ ഒരു മൊമെന്റോടെ കുടുംബത്തില് നമ്മുടെ കോയമ്പത്തൂർ മാപ്പിള, അപ്പം കോയമ്പത്തൂർ മാപ്പിളേക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഹാപ്പി മാരീഡ് ലൈഫ് ടു ഹർ ആൻഡ് ഓൾസോ കല്യാണം എന്നാണ് കല്യാണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ പറയാം. happy married life to her and also let them be happy forever and have a lot of love and happiness in their life. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ സ്റ്റാർ മാജിക്കിൽ അനുമോളുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് മാസമേ ഞാൻ അനുമോളുടെ കൂടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് നാൾ കൊണ്ട് ഭയങ്കരമായിട്ട് അവളോട് അടുത്തു. ആൾക്ക് തിരിച്ച് എന്നോട് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്റിമേറ്റ് വെഡിങ് ആയിട്ട് പോലും നമുക്കൊരു ഇൻവൈറ്റേഷൻ കിട്ടുന്നത് തന്നെ നമുക്ക് ആളുടെ മനസ്സിൽ അത്രയും സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലും. അനുവിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് കാണുവാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ് കേട്ടോ. ഒരുപാട് സ്ട്രഗിളും ഒരുപാട് വേദനകളും ആൾ അനുഭവിച്ചിട്ടുണ്ട് ആളുടെ ജീവിതത്തിൽ. അതെല്ലാം ഈ ഒരു കല്യാണത്തോടെ ഒരു സന്തോഷവും എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്. കണ്ണൊന്നും തട്ടാണ്ടിരിക്കട്ടെ, അതാ പറയുന്നത്, കണ്ണ് തട്ടാണ്ടിരിക്കണം ഇങ്ങനെ. അപ്പോൾ അവള് കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കണം. ഇത്ര അവള് കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്, ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയൊരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കൊച്ചിയിൽ വന്നാലും എല്ലാം സ്വന്തം ചെയ്ത് എല്ലാം തന്നെ സെറ്റാക്കി, വേറെ ആരും അങ്ങനെ വലിയ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ എല്ലാം തന്നെ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര പരിപാടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അവളുടെ ലൈഫ് അവള് തന്നെ അങ്ങോട്ട് പൊരുതി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് കാണുന്ന ഗ്ലോ ബ്ലഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളുടെ ഒരു ഹാപ്പിനെസ് കണ്ടതിൽ. ഈ ത്രൂ ഔട്ട് അവരുടെ ഇപ്പൊ ഈ കാണുന്ന ഐശ്വര്യം ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവേണ്ടത് ഉള്ളൂ എന്ന് നമ്മൾ ആഗ്രഹിക്കാട്ടോ. കാരണം ഇപ്പൊ ബിഗ് ബോസിലുള്ളതാണെങ്കിലും നമ്മൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് അറിയാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം അവർക്ക് ഈ ഒരു മൊമെന്റ് സ്പെഷ്യൽ ആണെന്ന് നമുക്കും എത്രത്തോളം സ്പെഷ്യൽ ആണെന്നൊക്കെ. അപ്പോൾ ഐ ഹോപ്പ് നീ ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ഹാപ്പി ആവുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മാരീഡ് ലൈഫ് നല്ലൊരു പാർട്ണറെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളുടെ എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ നമുക്ക് അവളെ പോലെ കുറേ അങ്ങനെ പറയാനൊന്നുമില്ല. പോയപ്പോൾ ഫാമിലി ഫീലിംഗ് ഒരു ഇന്നലെ എനിക്ക് പോയിട്ട് കുടുംബജീവിതം ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ ഞങ്ങൾ ഒരുപോലെ കയറിയിട്ട് ഒരുപോലെ ഇറങ്ങി വന്ന 2 പേരാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് തോന്നുന്നു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും കമ്പനി ഉള്ള ആളാണ്. അന്ന് ബിഗ് ബോസ് വെച്ചാൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ കാര്യം. പിന്നെ അത് എനിക്ക് കല്യാണം ആദ്യം സ്റ്റാർട്ട് അതിന്റെ ഡിസ്കഷൻ ഒക്കെ നടന്ന പോലെ ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം വീഡിയോ കൂടി പിന്നെ ഞങ്ങൾ ഈവെന്റിന്റെ ആൾക്കാരെ കാണാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അനുവിനും ഭൂനും ഒക്കെ ലൈഫ് ലോങ് ഇങ്ങനെ പോട്ടെ, സൂപ്പറായിട്ടിരിക്കട്ടെ. അടിപൊളി ജോഡിയാണ്. അപ്പോൾ 2 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. എന്ത് പ്രോബ്ലം വന്നാലും അത് ഫേസ് ചെയ്യാൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരും ആശംസകളും. സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യത്തിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യുന്നു. അത് പിന്നെ കമന്റ് ബോക്സിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് അനീഷ് എവിടെ എന്നുള്ള ചോദ്യമാണ് കേട്ടോ. എന്തോന്ന് അറിയില്ല, കമന്റ് ബോക്സിൽ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, സൂപ്പറായിരുന്നു. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ് ടു അനുമോൾ ആൻഡ് ആരാണ് ഭുവനേഷ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.